ഹലോ, അസ്സാം വലൈക്കും. ഇത് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കടയിലാണ് കേട്ടോ. കണ്ടില്ലേ, കാടമുട്ടയ്ക്ക് ചിക്കൻ വാങ്ങുന്നുണ്ട്. ചിക്കനല്ല, സത്യം പറഞ്ഞാൽ താറാവാണ് വാങ്ങിക്കണത്. ഇന്ന് ബേബിയും പാപ്പിയും എന്താ പറയുക ആസിമയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് താറാവ് വാങ്ങി, പിന്നെ കുറച്ച് ലെഗ് പീസ് വാങ്ങി. അതൊക്കെ ഭയങ്കര തകൃതിയായിട്ട് വന്നിട്ട് വെക്കുകയാണ് ഞാൻ കേട്ടോ. കുറച്ച് ഫ്രൈ ചെയ്തു, പിന്നെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണു. പത്തിരി ചുടണു, നെയ്ച്ചോറുണ്ടാക്കി, പിന്നെ കുറച്ച് പാലപ്പത്തിൻ്റെ മാവുണ്ട് കേട്ടോ. ഇതുണ്ട്, താറാവ് മപ്പാസ ഉണ്ടാക്കിക്കണത്. അതൊക്കെ താളിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും ശരി, ഇന്ന് വരുന്നവർക്ക് തകൃതിയായിട്ട് ഫുഡ് കൊടുക്കണം എന്ന് നല്ല ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് പത്തിരിയൊക്കെ സൂപ്പറായിട്ട് ചുടുന്നുണ്ട്, ലെഗ് പീസൊക്കെ പൊരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മീനുണ്ടായിരുന്നു, അത് പൊരിച്ചു. ഓറഞ്ച് ജ്യൂസ് അടിച്ചു. അങ്ങനെ ഇവരെ വെയിറ്റാക്കി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി നിൽക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ സിങ്കിൻ്റെ കോലം കണ്ടില്ലേ, സിങ്ക് അടഞ്ഞിക്കണു. ധൃതി വിട്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോഴേക്കും അങ്ങനത്തെ വല്ല പിന്നെ മുടക്കം വരിക അല്ലേ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് വിളമ്പി വെച്ചിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പം ഇനി അവർ കഴിക്കട്ടെ അല്ലേ. നമുക്ക് കുട്ടീനെ ഒന്ന് കൊഞ്ചാം. ഇതുണ്ടോ, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ലോകം. ഈ ലോകത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പപ്പയാണ്. പപ്പയും കുഞ്ഞാറ്റിയും കളിക്കുകയാണ് കേട്ടോ. ഇവർ പോകുന്നവരുള്ളൂ ഈ കളിയൊക്കെ. ഇവർ പോയാൽ ഞങ്ങൾ എന്താട്ടോ, നേരം വെളുത്തിട്ടുള്ള അവസ്ഥയാണിത് കേട്ടോ. രാത്രി കടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമുള്ള അവസ്ഥയാണിത്. നേരം വെളുത്തിട്ട് അതാ നീച്ചിക്കണു. ഞങ്ങൾ താഴെയും ബേബിയും കുട്ടിയും മേലെ കടന്നിരുന്നേ. പാപ്പ അങ്ങനെ പോയി. അപ്പോൾ ഇവള് എന്താ പറയുക, പപ്പ നീക്കാനിട്ട് പപ്പയും കൂട്ടി പോവാണ് പുറത്ത് കേട്ടോ. രാവിലെ ഇവൾക്കൊന്ന് പുറത്ത് പോകണം, എന്നാലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ നീച്ച ബാ എന്നറിയും. അങ്ങനെ ഇതാ പപ്പയും കുട്ടിയും പോകണു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.